എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ 229ാമത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈശ സെൻറ്ററിൽ ഈ 90 ദിവസത്തെ പ്രോഗ്രാമിൽ അവർക്ക് കിട്ടിയ ചില അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഈ 10-15 ദിവസമായിട്ട് പ്രോഗ്രാം നടക്കുന്നു. ടെൻ്റൊക്കെ മഴയത്തും കാറ്റത്തും മറിഞ്ഞു വീഴുന്നു. ഉടനെ ഇവർ ഫോറസ്റ്റിൽ പോകുന്നു. 4-5 ദിവസം അവിടെ അതിനേക്കാട്ടിലും കഷ്ടത്തിലായിരുന്നു. അതിന് പിന്നെ തിരിച്ചിവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പം വിജി, ജഗ്ഗിയുടെ വൈഫ്, ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നപ്പം എല്ലാവരുടെയും റെസ്പെക്റ്റൊക്കെ കാണുമ്പം വിജിക്ക് സന്തോഷമാണ്. എന്നാലും എന്തോ ഒരു അപാകത. വിജിക്ക് ഇങ്ങനെ ചെയ്യുന്നൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. അവരെ കൺവിൻസ് ചെയ്യാൻ ജഗ്ഗി ഒരുപാട് പ്രയാസപ്പെട്ടു. അപ്പം എന്തൊക്കെയാണ് ഒരു ഗുരു ചെയ്യേണ്ടിയെന്നാണ്. ഭാര്യയെ സമാധാനപ്പെടുത്തുക, കുഞ്ഞിനെ നോക്കുക, 48 പാർട്ടിസിപ്പൻസിനെ നോക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക, സ്വയം പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ വലിയൊരു റോളാണ് ജഗ്ഗിക്ക് കിട്ടിയത്. അപ്പം ഇങ്ങനെ ഒരു പ്രാവശ്യം ജഗ്ഗിയുടെ മോക്ക് നല്ല ഒരു ചുമ. എന്ത് ചെയ്യണമെന്നേ അറിഞ്ഞൂടാ, അത്രയ്ക്കും ഒരു ചുമയായിരുന്നു. പക്ഷെ ജഗ്ഗി അതിനൊന്നും വലിയതായിട്ട് ബോധേഡല്ല. വേണ്ടിയത് ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ പിറ്റേ ദിവസം ആ ചുമ കംപ്ലീറ്റായിട്ട് അങ്ങ് മാറി. അത് കാണുമ്പോഴേ ആൾക്കാർക്കൊക്കെ അതിശയം, എന്തുവാ ഇത്, ഇങ്ങനെ ഇതൊക്കെ നടക്കുന്നു? ആ കൊച്ചി ഇത്രയും ചുമച്ചുകൊണ്ടിരുന്നു, ഒറ്റ ദിവസം ഒറ്റ രാത്രിയിൽ മാറ്റിയെടുത്തല്ലോ എന്നൊക്കെ ആൾക്കാർക്ക് ഒരു അതിശയം പോലെ. അതിശയം തന്നെയാണ്. പിന്നെ അതിനെക്കാട്ടിലും ഒരുപാട് അതിശയങ്ങൾ അവിടെ നടക്കാൻ തുടങ്ങി. അപ്പം ഈ ചുമ നിന്നതൊന്നും ആൾക്കാർക്ക് വലിയ ഒരു മാറ്ററായിട്ടേ തോന്നിയില്ല. എന്നുവെച്ചാൽ അതിനെക്കാട്ടിലും വലിയ സംഭവങ്ങളാണ് അവിടെ നടന്നത്. അതായത് പെട്ടെന്ന് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പം ജഗ്ഗി അനൗൺസ് ചെയ്തു, ഇനി സൈലൻസിലാണ് ഞാൻ, നിങ്ങളും സൈലൻസിലായിരിക്കും. അത് തന്നെ പാർട്ടിസിപ്പൻസിന് വലിയൊരു ഷോക്ക്. ജഗ്ഗി അല്ലെങ്കിൽ നമ്മുടെ യോഗ മാസ്റ്റർ, നമ്മുടെ ഗുരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് പറഞ്ഞു തരും. അത് വെച്ച് നമ്മൾ ചെയ്യുന്നു. അപ്പം 90 ദിവസവും ഗുരു നമ്മുടെ കൂടെ തന്നെ കാണും. ഗുരു നമ്മളെ വഴി നടത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നു. ഇത്രയും നാൾ നന്നായിട്ട് പോയി. ഇപ്പം എന്തുവാ പെട്ടെന്ന് ഒരു സൈലൻസ്? അത് ആർക്കും അത്ര എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ജഗ്ഗി പറഞ്ഞത് തന്നെ, ഞാനും നിങ്ങളും ഇനി സൈലൻസിലാണ്, ഒരു സംസാരവും. അപ്പം ജഗ്ഗി എപ്പോഴും ജഗ്ഗിയുടെ റൂമിലാണ്, സൈലൻസിലാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് ഇവർ എണ്ണിച്ച് സാധനം തുടങ്ങുന്നതിന് മുമ്പേ അന്നത്തെ ദിവസം എന്ത് ചെയ്തിരിക്കണം എന്നുള്ള ഫുൾ ഇൻസ്ട്രക്ഷൻസ് ബോർഡിൽ കാണും. ജഗ്ഗി എഴുതി വച്ചിരിക്കും. അത് കണ്ട് ഇവരങ്ങ് ചെയ്തോണം. അങ്ങനെ വന്നപ്പം ആൾക്കാർക്ക് ഒരു അതൃപ്തി. ഇത്രയും നാൾ നമ്മളെ കൂടെ നിന്നു, നമ്മളെ കൂടെ സംസാരിച്ച് നമ്മളെ വഴി നടത്തിക്കൊണ്ടിരുന്ന ഗുരു പെട്ടെന്ന് സൈലൻസിൽ പോകുമ്പം അവർക്ക് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഒരു പ്രയാസം, എല്ലാം കൊണ്ടും ഒരു മനപ്രയാസം അവർക്ക്. അങ്ങനെ ഇരുന്നപ്പം അവിടെ ആണെങ്കിൽ ഈ മഴ കാരണം പാമ്പുകൾ ഇഷ്ടംപോലെ കയറി ഇറങ്ങുന്ന സ്ഥലം. ഒരു ദിവസം ജഗ്ഗിയുടെ റൂമിലോട്ട് ഒരു വലിയ പാമ്പ് കയറിപ്പോയി. അപ്പോൾ അത് പറയാൻ വേണ്ടി ചില ആൾക്കാർ കതവിനെ തട്ടി ജഗ്ഗി എടുത്ത് സംസാരിച്ചു. ജഗ്ഗിക്ക് എന്തുവാ, ഇദ്ദേഹം കൊച്ചുനാളിൽ തൊട്ടേ പാമ്പുകളുടെ കൂടെ കളിച്ച ആളല്ലേ. പഴയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം വലിയ നല്ല പാമ്പിൻ്റെ കൂട്ടാണ്, കോബ്രയുടെ കൂടാണ് ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നത്.
അപ്പം ഇദ്ദേഹത്തിന് അതൊന്നുമില്ല, സുഖമായിട്ട് അതിനെ കൈകൊണ്ട് പിടിച്ച് കൊണ്ടേ കാട്ടിയിട്ടിട്ട് വന്നു, അത്രേ ഉള്ളൂ. പക്ഷേ അതിനെക്കാട്ടിലും അതിനെ തുടർന്ന് നടന്ന സംഭവങ്ങളാണ് പാർട്ടിസിപ്പൻസിന് ഷോക്കായത്. ജഗ്ഗിക്ക് ദേഷ്യം വന്നു. ആരൊക്കെയാ ഇതിൽ സംസാരിച്ചത്? ഈ പാമ്പ് വന്നതിൻ്റെ പേരിൽ എത്ര പേര് സൈലൻസിനെ ബ്രേക്ക് ചെയ്തു, ആരൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ മാറ്റിയെന്ന് വെച്ചാൽ വെളിയിൽ പോകാൻ പറഞ്ഞില്ല. സൈലൻസ്, അപ്പോഴും സൈലൻസിലിരുന്നവരെ തന്നെ എടുത്ത് അവർക്ക് ഒരു സ്പെഷ്യൽ സാധന പറഞ്ഞു കൊടുത്തു. അതായത് ഗുരുവിൻ്റെ വാക്കിനെ പാലിച്ചവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്, ഒരു ചെറിയ പവർഫുൾ പ്രാക്ടീസാണ്, ഒരു ചെറിയ ക്രിയ, പവർഫുൾ പ്രാക്ടീസ് വിത്ത് എ സ്മോൾ ക്രിയ പറഞ്ഞു കൊടുത്തു. അത് ചെയ്തവർക്കൊക്കെ ഒരു 15 നിമിഷം മനസ്സങ്ങനെ ബ്ലാങ്കായിപ്പോയി. മനസ്സങ്ങനെ ബ്ലാങ്കായിപ്പോയി വെച്ചാൽ മനസ്സിൽ ഒരു വിചാരവും വരുന്നില്ല. അപ്പോൾ നമ്മൾ നോ തോട്ട് സ്റ്റേറ്റ്, നോ മൈൻഡ് സ്റ്റേറ്റ് എന്നൊക്കെ ധ്യാനത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും അതൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു സംഗതിയാണ്. അതൊക്കെ കിട്ടണമെങ്കിൽ അങ്ങേ അറ്റം നമ്മൾ ശ്രമിക്കണം. കിട്ടാത്തതല്ല, പക്ഷേ എല്ലാവർക്കും ഒന്നും അങ്ങനെയൊന്നും വിചാരിച്ച സമയത്ത് കിട്ടുന്നതല്ല. ഒരു വിചാരം പോലും വരാതെ 15 മിനിറ്റിന് ഇങ്ങനെ ബ്ലാങ്കായിട്ടിരിക്കണമെങ്കിൽ എങ്ങനെയാ? അപ്പോൾ അതൊക്കെ ആ ക്രിയ ചെയ്തപ്പം ആ സംസാരിക്കാത്ത ആ ഗ്രൂപ്പിന് വലിയ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ അതുമാത്രമല്ല, ജഗ്ഗി എല്ലായിടത്തും പറഞ്ഞു, ഇനി നിങ്ങളുടെ സ്വപ്നത്തിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വപ്നത്തിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ സ്വപ്നം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹങ്ങളൊക്കെയാണ് സ്വപ്നങ്ങളായിട്ട് വെളിയിൽ വരുന്നത്. അല്ലെങ്കിൽ പണ്ട് നമുക്ക് നടന്നത്, പണ്ട് നമ്മൾ നേരിട്ടതൊക്കെയാണ് ഇപ്പം സ്വപ്നമായിട്ട് വരുന്നത് എന്നാണല്ലോ നമ്മളുടെ വിചാരം. അപ്പം ഇനി നിങ്ങളുടെ സ്വപ്നങ്ങളെയൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് ഫോളോ ചെയ്യണം, ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതിൽ 2 പാർട്ടിസിപ്പൻസിന് ദിവസവും ഒരാൾ അവർ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രിയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇതൊരു പുതിയ ആളാണ്, അവരുടെ 48 പേരിൽ ഉള്ളതല്ല. ഇതാര് ഇങ്ങനെ ഒരു ഷാളൊക്കെ ഇട്ടുകൊണ്ട് പോർത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു? അതുമാത്രമല്ല, എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുന്നു. 2 പാർട്ടിസിപ്പൻസിനാണ് അത് കാണാൻ പറ്റുന്നത്. ജഗ്ഗിയുടെ ബെഡ് ജഗ്ഗിയുടെ റൂമിൽ ഒരു കോർണറിൽ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പം അത് നടുക്കായി. അപ്പം വോളണ്ടിയേഴ്സ് അതിനെ വീണ്ടും കോർണറിൽ കൊണ്ടിടും, വീണ്ടും നടുക്കാകും. ഇതൊക്കെ എന്തുവാ? അപ്പം ഏതോ ഒരു അമാനുഷ്യ ശക്തി അവിടെ കിടന്ന് ഓടുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം അവരുടെ സംശയം തീർക്കാൻ വേണ്ടി ജഗ്ഗി പറഞ്ഞതാണ്, ഇവിടെ ഈ ആത്മാവ്, അലഞ്ഞ് തിരിയുന്ന ആത്മാക്കൾ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. അതായത് ഞാൻ എൻലൈറ്റൻഡാന്ന് അറിഞ്ഞുകൊണ്ട് ഈ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന അവർക്ക് ബോഡിയില്ല, ഭൂലോകത്ത് വരാൻ പറ്റുന്നില്ല, അവർക്ക് ബോഡിയില്ല, മേലോകത്ത് പോകാൻ പറ്റുന്നില്ല, എന്നുവെച്ചാൽ അതിനുള്ള സമയമായിട്ടില്ല. അത് മെയിനായിട്ട് ഡിസെംബോഡീഡ് ബീയിങ്സ് എന്ന് പറയും. ഈ ഡിസെംബോഡീഡ് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ നിന്ന് വെളി വന്നത്, പക്ഷെ അവർക്ക് ഈ ത്രിശങ്ക് സ്വർഗത്തിൽ നടക്കുന്നു, അലഞ്ഞു തിരിയുന്നു എന്നൊക്കെ പറയത്തില്ലേ? ഈ ത്രിശങ്ക് സ്വർഗമല്ല, ത്രിശങ്ക് സ്വർഗം പോലെ എന്ന് പറയത്തില്ലയോ? അതായത് താഴെയില്ല, മേളിലുമില്ല, നടുക്ക് കിടന്ന് കളിക്കുക. അതുപോലെ ഈ അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾ ഒരുപാടുണ്ട്. മെയിനായിട്ട് അങ്ങനത്തെ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ആത്മഹത്യ ചെയ്ത ആളുകളുടെ ആത്മാക്കൾ, ഈ സഡനായിട്ട് ആക്സിഡൻസിൽ മരിക്കുന്ന ആൾക്കാർ, അവരൊന്നും ആ ആത്മാക്കളൊക്കെ
മേളിൽ പോകാൻ സമയമായിട്ടില്ല. അവരെന്തായാലും ദേഹത്തിനെ വിട്ട് വെളി വന്നു. തിരിച്ച് അവർക്ക് ദേഹത്തിനോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തോ ചെയ്യും? അപ്പോൾ അവരിങ്ങനെ കടന്ന് അലയുന്നുണ്ട്. അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മളുടെ കണ്ണിൽ കാണാത്തതാണ്. ഒരു വിധത്തിൽ ദൈവാധീനമാണ് നമ്മളുടെ കണ്ണിൽ ഇതൊന്നും കാണാത്തത്. അല്ലെങ്കിൽ നമുക്കൊക്കെ നോർമലായിട്ട് ജീവിക്കാനേ പറ്റില്ല. എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ അലഞ്ഞു തിരിയുന്ന ആത്മാക്കളുണ്ട്. അതും ഈ എൻലൈറ്റൻഡ് മാസ്റ്ററുടെ ചുറ്റി ഒരുപാട് ആത്മാക്കളുണ്ട്. എന്നുവെച്ചാൽ അവർക്കൊക്കെ ഒരു ദാഹമാണ്. ഈ എൻലൈറ്റൻഡ് മാസ്റ്റർ നമ്മളെ റിലീസ് ചെയ്ത് മേളി അയക്കുമല്ലോ. അതിനുള്ള കപ്പാസിറ്റി എൻലൈറ്റൻഡ് മാസ്റ്റർക്കുണ്ട്. അപ്പം സദ്ഗുരു എൻലൈറ്റൻഡ് ആയതുകൊണ്ട് ഈ അലഞ്ഞു തിരിയുന്ന ആത്മാക്കളൊക്കെ ഒരുപാട് പേര് വരുന്നു, സദ്ഗുരുവിനെ തേടി വരുന്നു. ഞങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ റിലീസ് ചെയ്ത് വിട്, കുറേ നാളായിട്ട് ഞങ്ങളിങ്ങനെ കിടന്ന് അലയുന്നു, ദേഹമില്ല, അതായത് സ്ഥൂല ശരീരമില്ല, സൂക്ഷ്മമായിട്ട് നമ്മൾ കിടന്ന് അലയുന്നു. അതേ സമയത്ത് മേലോകത്ത് പോകാനും വയ്യ, സമയമായിട്ടില്ല, നമ്മളെ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്ത് വിട് എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇവരൊക്കെ വരുന്നത്. അങ്ങനെ ഒരുപാട് പേര് വന്ന് രാത്രി സദ്ഗുരുവിൻ്റെ കൂടെ കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് സദ്ഗുരു അവർക്ക് കൂടുതൽ സ്ഥലം കൊടുത്താണ് ഈ ബെഡിനെ മൂവ് ചെയ്ത് നടുക്ക് കൊണ്ടിടുന്നത്. ചുറ്റിയിലും ഈ ഡിസംബോഡീഡ് ആത്മാക്കളാണ് സദ്ഗുരുവിനെ ചുറ്റിയിൽ രാത്രി കിടക്കുന്നത്. അങ്ങനെയാണ് സദ്ഗുരു ഒതുങ്ങി നടുക്ക് വന്ന് കിടക്കുന്നത്. മൂലയിലെല്ലാം അവരെയാണ് അങ്ങനെ. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പം ഇതൊക്കെ കുറച്ച് അവർക്ക് കർമ്മ ഇനിയും ബാക്കിയുണ്ട്, കുറച്ചിനിയും കാലം കൂടെ കഴിയാൻ സമയമുണ്ട്, അവർക്ക് മേലോകത്ത് പോകാനുള്ള സമയമായിട്ടില്ല. അങ്ങനെയാണ് അവർ അലഞ്ഞു തിരിയുന്നേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. സുമനും ഈ ബ്ലാങ്കറ്റ് ഈ ഷോളും ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരാളിനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്ത്രീ അവിടെ വരുന്നുണ്ട്, അവർക്ക് ദാടി. ഒരു സ്ത്രീ എങ്ങനെ ദാടി വളക്കും? അതിനും സദ്ഗുരുവിനൊരു വിശദീകരണം ഉണ്ടായിരുന്നു. അതായത് ഈ സ്ത്രീക്ക് മുക്തി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ആ സ്ത്രീയുടെ കാലത്ത് പെണ്ണുങ്ങളാരും ഈ ആത്മീയതയിലോട്ട് പോകാനോ മുക്തി തേടി ശ്രമിക്കാനോ ഉള്ള പെർമിഷനില്ല. അപ്പം ഇവർക്ക് എന്തുവാന്ന് വെച്ചാൽ ആണുങ്ങൾക്കേ മുക്തി കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു വിചാരം മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ് അവരും ആണുങ്ങളുടെ കൂട്ട് ദാടി വളക്കുന്നത്. അങ്ങനെയാണ് ഈ സ്ത്രീ ദാടി വളർത്തുകൊണ്ട് നടക്കുന്നത് എന്ന് വരെ ക്ലിയറായിട്ട് സദ്ഗുരു ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. ഇവർക്ക് ഈ പാർട്ടിസിപ്പൻസിന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. അതുമാത്രമല്ല, ഈ സുമൻ എന്ന് പറഞ്ഞ പാർട്ടിസിപ്പൻറ്റ് ജംഗിളിൽ വെച്ചാൽ കാട്ടിൽ ഈ ഇത് നമ്മുടെ ഇപ്പോൾ രാമൻ്റെ ഫോട്ടോയൊക്കെ കാണുമ്പോഴേ പുറയിൽ ഒരു ക്യുവർന്നുണ്ട്. അതായത് ഈ അമ്പും ആറോസൊക്കെ ഇട്ട് വയ്ക്കാനുള്ള ഒരു സാധനം പുറയിലിങ്ങനെ തൂക്കിയിടും. അങ്ങനെ ഒരു സാധനം തൂക്കിയിട്ട ഒരാൾ ഈ കാട്ടിൽ കിടന്ന് അലയുന്ന പോലെ കാണുന്നു. അപ്പം അവർക്കൊക്കെ ഈ മെഡിറ്റേഷൻ ചെയ്ത് സാധനകൾ ചെയ്ത് ഈ അതായത് സൂക്ഷ്മമായിട്ട് കാണാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇവർക്ക് കാണാൻ തുടങ്ങി. ആർക്ക്? ഈ പാർട്ടിസിപ്പൻസിന്. എന്നുവെച്ചാൽ അവരുടെ ലെവൽ കൂടുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളെ ചുറ്റി സൂക്ഷ്മമായിട്ടുള്ള ഡിസംബോഡീഡ് ആസ്ട്രൽ ഇതിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ നമ്മളുടെ ലെവൽ അത്രയും ഉയർന്നിട്ടില്ല. പക്ഷേ ഓരോ മനുഷ്യനും ഇതുപോലെ നല്ല രീതിയിൽ സാധന ചെയ്താൽ ഇവരെയൊക്കെ കാണാനും ഇവരെയൊക്കെ മനസ്സിലാക്കാനും ഉള്ള കഴിവ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇനിയൊരു പാർട്ടിസിപ്പൻറ്റ് ഒരു ശിവൻ്റെ അമ്പലത്തിൽ പൂജാരിയായിട്ട് ജോലി ചെയ്യുന്ന പോലെ കാണുന്നു. അയാൾ തന്നെ ഏതോ ഒരു ജന്മത്ത് ശിവൻ്റെ ഒരമ്പലത്തിൽ പൂജാരിയായിട്ട് ഇരിക്കുന്നത് പോലെ ഇയാൾക്ക് കാണുന്നു. അതേപോലെ ഇനിയൊരാളിന് ഒരു ഗുരുവുണ്ട്. ഗുരുവിനെ ചുറ്റി 5 പേര് നിൽക്കുന്നു. ഈ 5 പേരിൽ ഒന്ന് അയാൾ തന്നെയാണ്. ഈ ഗുരു എന്ന് പറയുന്നത് ജഗ്ഗിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ ഇവരുടെ കണ്ണിൽ കാണുന്നു, മനസ്സിൽ തെളിയുന്നു. കണ്ണിലല്ല, കണ്ണുകൊണ്ട് കാണുമില്ല, മനസ്സിൽ തെളിഞ്ഞു വരുന്നു. അങ്ങനെയൊക്കെ അപ്പം ഈ 5 പേരും ഈ ഗുരുവിനെ ഇങ്ങനെ ചുറ്റിയിൽ നിൽക്കുന്നു. ആൾക്കാർ വന്ന് ഗുരുവിനെ അറ്റാക്ക് ചെയ്യുന്നു. അവിടെ വലിയ ഒരു വഴക്കുണ്ടാവുന്നു. അങ്ങനെയൊക്കെ കാണുന്നു. അപ്പോഴാണ് ഈ ജഗ്ഗി അവരുടെ അടുത്ത്, പാർട്ടിസിപ്പൻസിൻ്റെ അടുത്ത് ഈ ബിൽവയുടെ കഥ പറയുന്നത്. പാർട്ടിസിപ്പൻസിന് ആർക്കും ബിൽവയുടെ കഥ അറിഞ്ഞുകൂടാ. അപ്പം ഒരു 360 വർഷത്തിന് മുമ്പേ ബിൽവ എന്നുള്ള ഒരു താഴ്ന്ന ജാതി ഈ പാമ്പിനെ പിടിക്കുന്ന ഒരാളായിട്ട് ബിൽവ എന്നൊരുത്തൻ ഉണ്ടായിരുന്നു. അവൻ ഈ ശാംഭവി എന്നുള്ള പെണ്ണിനെ സ്നേഹിച്ചു. ബിൽവ പാമ്പ് പിടിക്കുന്ന ആളാണ്. അപ്പോൾ ആ ബിൽവയുടെ പാമ്പിൽ നിന്ന് തന്നെ ഒരു വിഷമുള്ള പാമ്പിനെ കൊണ്ട് ബിൽവയെ കടുപ്പിച്ച് കൊന്നു എന്ന് കഥ പറയുന്നു. ഈ പാർട്ടിസിപ്പൻസൊക്കെ കേട്ടിട്ട് ജഗ്ഗി ഇങ്ങനെ കുറേ തിരിഞ്ഞ് ആ മുതുകത്ത് പാമ്പ് കടിച്ച് കൊത്തിയ ആ അടയാളത്തിനെ കാണിക്കുന്നു. അപ്പം ജഗ്ഗിയാണ് 360 വർഷത്തിനു മുമ്പേ ബിൽവ എന്നുള്ള ഒരാളായിട്ട് ജനിച്ചത് എന്നുള്ളതിൻ്റെ അടയാളമാണ് അത്. അവർക്കെല്ലാം ക്ലിയറായിട്ട് മനസ്സിലായി. അതേപോലെ സദ്ഗുരു ശ്രീ ബ്രഹ്മയുടെ കഥയും പറയുന്നുണ്ട്, പാർട്ടിസിപ്പൻസിന് പറയുന്നുണ്ട്. അപ്പം ഈ സദ്ഗുരു ബ്രഹ്മാവിനെ ആളുകളൊക്കെ ഓട്ടിക്കുന്നു. എന്നുവെച്ചാൽ സദ്ഗുരു ശ്രീ ബ്രഹ്മ ഈ ധ്യാനലിംഗം ചെയ്യാൻ വേണ്ടി ഈ യോഗിനിമാരെയും ഒരു റൂമിലിരുന്ന് ഏതോ സാധനയൊക്കെ ചെയ്തപ്പോഴാണല്ലോ പബ്ലിക്കിന് ഇഷ്ടപ്പെടാതെ വന്നതും സദ്ഗുരു ശ്രീ ബ്രഹ്മനെ വിരട്ടി അടിച്ചതുമൊക്കെ. അപ്പം ഭയങ്കര ദേഷ്യത്തിലാണ് ഈ സദ്ഗുരു ബ്രഹ്മ നടക്കുന്നതേ അത്രയും ദേഷ്യത്തിലാണ്. അങ്ങനെ വരുമ്പം കൂടെ ഒരു ചെറിയ യങ് സാധു കോയമ്പത്തൂരിൽ നിന്ന് വിരട്ടി ആൾക്കാർ. അപ്പോൾ ഈ കോയമ്പത്തൂരിൽ നിന്ന് കടപ്പ എന്ന് പറയുന്ന ആന്ധ്രയിലുള്ള സ്ഥലമാണ് കടപ്പ. അപ്പോൾ ഈ കടപ്പ എന്നുള്ള സ്ഥലം വരെ ഓടിക്കൊണ്ട് എത്തിപ്പിച്ചത് വേറൊരു കൂടെ നിന്ന ഒരു സന്യാസിയാണ്, ഒരു സാധുവാണ് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പം അങ്ങനെ പറയുമ്പം തന്നെ അവിടെ ഉള്ള ഭാരതിക്ക് മനസ്സിലാകുന്നു ആ കൂടെ നിന്നത് ഞാൻ തന്നെയാണ്. അത് ഓപ്പണായിട്ട് പറയുന്നില്ല, പക്ഷേ ഈ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു അത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭാരതിക്ക് നേരത്തെ സംയമ ചെയ്തപ്പം ഇതൊക്കെ ഓർമ്മ വന്നുകൊണ്ട് ഭാരതിക്കത് മനസ്സിലായി. അങ്ങനെ പിന്നെ ഭാരതി എന്ന് പറയുന്നത് അവർക്ക് സ്പെഷ്യലായിട്ട് ചില പവേഴ്സ് ശ്രീ ബ്രഹ്മ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ജന്മത്ത് ഭാരതിക്ക് 2 പിങ്കള നാഡി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ഇടനാഡിയും ഒരു പിങ്കള നാഡിയുമാണ്. അപ്പം പക്ഷേ ഇവിടെ ഈ ഇടനാഡിയിൽ എന്തോ എക്സ്ട്രാ പവർ കൊടുത്തെന്നും അതുകൊണ്ട് 2 പിങ്കള നാഡി ഉണ്ടെന്നും അതുകൊണ്ടാണ് ഭാരതിക്ക് ഈ ജഗ്ഗിയുടെ കൂടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലാതെ എപ്പോഴുമേ കുറച്ച് മാറി നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നു. അതിനകത്ത് ബുക്കിൽ എഴുതിയിരിക്കുന്നു. അതിനെക്കുറിച്ച് എനിക്കത്ര പിടിയില്ല.
അതുകൊണ്ട് പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ തിരിച്ച് പറയുന്നതേ ഉള്ളൂ. അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഈ സമയം മനസ്സിലായിരിക്കണം. അതായത് കഴിഞ്ഞ ജന്മം, അതിൻ്റെ മുൻജന്മത്തൊക്കെ ഈ ജഗ്ഗിയുടെ കൂടെ നിന്നവരൊക്കെ തന്നെയാണ് ഇപ്പം ഇവിടെയും കൂടെ ഉള്ളത്. അപ്പം അന്നേ ജഗ്ഗി അതൊക്കെ കണ്ട് പ്ലാൻ ചെയ്താണ് ഇതൊക്കെ പ്ലാൻ ചെയ്തു. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടില്ലയോ, ആ ഗുരുവും ശിഷ്യനും കൂടെ ഏതോ ഒരു അമ്പലത്തിൽ കുറേ നാൾ തങ്ങിയിരുന്നു. അവർ അടുത്ത ജന്മം ഏതൊക്കെ വീടുകളിൽ ജനിക്കേണ്ടത്, ഏതേത് രീതിയിൽ അവർ വരണം, ഏതേത് രീതിയിൽ നമ്മളെ സഹായിക്കണം ഈ ധ്യാനലിംഗം ചെയ്യാൻ വേണ്ടി എന്നൊക്കെ ഒരു വലിയ ഒരു പ്ലാൻ തയ്യാറിച്ചു എന്ന് നമ്മൾ കണ്ടു. അതാണ് ഇപ്പം പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, അതായത് സാധാരണ ആൾക്കാർക്ക് കിട്ടാത്ത പല അനുഭവങ്ങൾ ഈ 48 പാർട്ടിസിപ്പൻസിന് ആ സമയത്ത് കിട്ടുന്നു. ഓക്കെ, സോ ഇതൊക്കെയാണ് ആ 90 ദിവസത്തെ പ്രോഗ്രാമിൽ കൂടി ആ 48 പാർട്ടിസിപ്പൻസിനും കിട്ടിയ കുറേ അനുഭവങ്ങളിൽ ചില അനുഭവങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനിയുണ്ട് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.